എല്ലാവർക്കും നിഷാദ് എക്സൽ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പേറോൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേറോൾ എന്നാണ് ആ ഫയലിന് ഞാൻ പേര് നൽകിയിട്ടുള്ളത്. ആ ഫയലിൽ പേറോൾ, ബേസിക്, അറ്റൻഡൻസ് രജിസ്റ്റർ, ഇൻസെൻറ്റീവ്, ലോൺ കൂടാതെ അഡ്വാൻസ് എന്നീ ഷീറ്റുകളും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായി പേറോൾ ഷീറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ പേറോൾ ഷീറ്റിൽ എംപ്ലോയി കോഡ്, എംപ്ലോയി നെയിം, ബേസിക്, പെർ ഡേ, ടോട്ടൽ ഡേയ്സ് വർക്ക്, extra days salary, incentive, cross pay, TDS, loan, salary advance, net deduction, net pay. ഇത്രയും ഹെഡിങ്സ് ആണ് പേറോൾ എന്ന് പറയുന്ന ഷീറ്റിൽ നമ്മൾ നൽകിയിട്ടുള്ളത്. എംപ്ലോയി കോഡ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ കോഡ്. അത് ഞാനിവിടെ 101 മുതൽ 105 വരെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ഹെഡിങ്സും അത് എങ്ങനെയാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. എംപ്ലോയി കോഡ് അത് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കോഡാണ്. അത് നമ്മൾ മാനുവലി കൊടുക്കുന്നതാണ്. സാധാരണ രജിസ്റ്റർ നമ്പറായിട്ട് ഇവിടെ 101 മുതൽ 105 വരെയുള്ള എംപ്ലോയി കോഡ് ഞാൻ നൽകിയിട്ടുണ്ട്. രണ്ടാമത് എംപ്ലോയി നെയിം, അതും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 5 പേരുടെ പേരാണ്. മൂന്നാമത് ബേസിക് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബേസിക് സാലറി. ആ ബേസിക് സാലറി ഈ ഫീൽഡ് ഞാൻ എടുത്തിട്ടുള്ളത് ബേസിക് എന്ന് പറയുന്ന ഈ ഷീറ്റിൽ നിന്നാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയി കോഡ്, എംപ്ലോയി നെയിം, ബേസിക്, ഈ 3 ഹെഡിങ്സ് ഉണ്ട്. ഇതിൽ ഈ ബേസിക് സാലറി ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് പ്രസാദിന് 50,000, അൻവർ 18, മാത്യു 35, നിസാം 18, ഗോപു 20,000. അവരുടെ ബേസിക്കിൻ്റെ സമ്മ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ സം എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ സമ്മ് കണ്ടിട്ടുള്ളത്. ഇവിടെ എന്താണോ ബേസിക് കൊടുക്കുന്നത് ആ ബേസിക് ഓട്ടോമാറ്റിക്കലി പേറോളിൽ എഫക്റ്റ് ആവും. ഇവിടെ നോക്കൂ, 1,41,000 രൂപയാണ് ഈ 5 എംപ്ലോയീസിയുടെ ടോട്ടൽ ബേസിക് സാലറി വരുന്നത്. 1,41,000. ഇവിടെ നിന്നാണ് ആ 1,41,000 എടുത്തിട്ടുള്ളത്. നമുക്കത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ പ്രസാദിൻ്റെ സാലറി ഞാൻ 40,000 എന്നാക്കി. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി 1,31,000 ആയി. ഓട്ടോമാറ്റിക്കലി പേറോളിലും ടോട്ടൽ സാലറി 1,31,000 മാറിയതായി നമുക്ക് കാണാം. കൂടാതെ പ്രസാദിൻ്റെ സാലറി 40,000 ആയതും നമുക്ക് കാണാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണോ ഇവിടെയുള്ള ബേസിക് സാലറി അത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ലുക്കപ്പ് ഫോർമുലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ എംപ്ലോയി കോഡ് വെച്ചിട്ട് എന്താണോ ഈ എംപ്ലോയി കോഡ് അതിനോട് ഈക്വൽ ആയിട്ടുള്ള എംപ്ലോയി കോഡിലുള്ള സാലറി നേരെ ഇങ്ങോട്ട് ലുക്കപ്പ് ആവുകയാണ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വി ലുക്കപ്പ് ക്ലാസ് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇവിടെയുള്ള ബേസിക് സാലറി ഇങ്ങോട്ട് ലുക്കപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ബേസിക് സാലറി ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫീൽഡാണ് പെർ ഡേ സാലറി. പെർ ഡേ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ 30 ദിവസത്തേക്കാണ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പോൾ ബേസിക് സാലറിയെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ ഡേ സാലറി ലഭിക്കും. ഇവിടെ പ്രസാദിൻ്റെ സാലറി C2/30, അൻവർ C3/30, മാത്യു C4/30,
നിസാം C5/30, ഗോപു C6/30. അതായത് അവരുടെ ബേസിക് സാലറി എന്താണോ അതിൻ്റെ ഒരു ദിവസത്തെ സാലറിയാണ് ഈ പെർ ഡേ സാലറിയിൽ വരുന്നത്. ടോട്ടൽ പെർ ഡേ സാലറി 4367 രൂപയായിരിക്കും. മൂന്നാമത്തെ ഹെഡിങ് ടോട്ടൽ ഡേയ്സ് വർക്ക്ഡ്. ഈ ടോട്ടൽ ഡേയ്സ് വർക്ക്ഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്ന ഷീറ്റിൽ നിന്നാണ് ലുക്കപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ LEPO, എൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലീവ്, ഇ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡേയ്സ്, പി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഡേയ്സ്, ഒ എന്ന് പറഞ്ഞാൽ ഓഫ്. ഇതാണ് നമ്മൾ ഈ 4 ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എംപ്ലോയി കോഡ്, നെയിംസ്, അറ്റൻഡൻസ്, എക്സ്ട്രാ ഡേയ്സ്, ടോട്ടൽ ഡേയ്സ് എന്നിവ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇതിൽ എംപ്ലോയി കോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 101 മുതൽ 105 വരെ നൽകിയിട്ടുണ്ട്. നെയിംസ് പ്രസാദ് മുതൽ ഗോപു വരെ നൽകിയിട്ടുണ്ട്. ഇവിടെ E3 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് വർക്ക് പ്ലസ് 3 എന്ന് പറയാൻ കാരണം 27 വർക്കിംഗ് ഡേയ്സ് ആണ് ജൂലൈ മാസത്തിലുള്ളത്. ആ ജൂലൈ മാസത്തിൽ അതിൻ്റെ കൂടെ ഒരു 3 ദിവസം കൂടെ ആഡ് ചെയ്താലാണ് 30 ദിവസം വരിക. കാരണം സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം 30 ദിവസത്തിലേക്ക് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ E3 + 3 എന്ന് കൊടുക്കാൻ കാരണം. ഇനി 26 ദിവസമാണ് വർക്കിംഗ് ഡേ എങ്കിൽ +4 കൊടുത്താൽ മതി. 25 ദിവസമാണെങ്കിൽ +5 എന്ന് കൊടുത്താൽ മതി. ഇവിടെ E3 + 3 എന്ന് പറയുന്നത് E3 എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് പ്രസൻറ്റ് ഡേയ്സ് ആണ്. അത് നമുക്ക് എങ്ങനെയാണ് ലഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോർമുലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഫോർമുല ഇഫ് എങ്കിൽ E1 = P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളം ഇത് P ആണ് എങ്കിൽ നമുക്ക് ഇവിടെ 1 എന്ന് വരണം ആൻസർ. അങ്ങനെയാണെങ്കിൽ കൗണ്ട് ഇഫ് ഈ F3 മുതൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. F3 മുതൽ AJ3 വരെ, അതായത് ഈ വാല്യൂ മുതൽ എൻഡ് വരെയുള്ള വാല്യൂസിൽ P ആണ് ഉള്ളത് എങ്കിൽ, മനസ്സിലായല്ലോ, P ആണ് ഉള്ളത് എങ്കിൽ അതിനെയൊക്കെ ഒന്നായിട്ട് കൗണ്ട് ചെയ്ത് ഇടണം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ വേണം ഇവിടെ കൊണ്ടുവരാൻ. ഈ അറ്റൻഡൻസ് എന്ന് പറയുന്ന കോളമാണ് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, ടോട്ടൽ ഡേയ്സ് വർക്ക് എന്ന് പറയുന്ന കോളത്തിൽ വരുന്നത്. എക്സ്ട്രാ ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഫോർമുലയുണ്ട്. ഇഫ് D1 = E, 1 കൗണ്ട് ഇഫ് F3 to AJ3E. അതായത് F3 മുതൽ AJ3 വരെ നോക്കുന്ന സമയത്ത് അതൊക്കെ E ആണ് എങ്കിൽ അതിനൊക്കെ ഒന്നാക്കി മാറ്റി അതിനെ കൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് ഇവിടെ കൊണ്ടുവരണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ നമ്മുടെ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ആ ഒരു വാല്യൂസ് ആയിരിക്കും നമ്മൾ ഈ പേറോളിലൂടെ കൊണ്ടുവരിക. ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നതും എക്സ്ട്രാ ഡേയ്സ് എന്ന് പറയുന്നതും നമ്മൾ ആ വാല്യൂയിൽ നിന്ന് ഇങ്ങോട്ട് ലുക്കപ്പ് ചെയ്തെടുക്കുന്നതാണ്. അടുത്തതായി എക്സ്ട്രാ സാലറി ഡേ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ളത് F2 × D2, അതായത് ഒരു ദിവസത്തെ സാലറി എന്താണോ അത് ഗുണിക്കണം എത്ര ദിവസം വർക്ക് ചെയ്തു. അതാണ് നമ്മൾ എക്സ്ട്രാ സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് താഴെ വരെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇൻസെൻറ്റീവ് ഞാനിവിടെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ബേസിക് സാലറി ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇൻസെൻറ്റീവ് എന്തെങ്കിലും ഉണ്ട് ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഇത്രയും ഇൻസെൻറ്റീവാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ 2500 ആക്കി, പ്രസാദിൻ്റെ ഇൻസെൻറ്റീവ് 2500 ആക്കി. ഓട്ടോമാറ്റിക്കലി പേറോളിൽ ഇൻസെൻറ്റീവ് ഇവിടെ 2500 മാറും. എന്താണോ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന കോളത്തിൽ ഇവിടെ കൊടുക്കുന്നത് അത് അങ്ങോട്ട് ലുക്കപ്പാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഫോർമുല മനസ്സിലാവും. = ലുക്കപ്പ് ഓഫ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണോ ഞാൻ അവിടെ കൊടുക്കുന്നത് അതിങ്ങോട്ട് ലുക്കപ്പ് ആവും. അങ്ങനെയാണ് ഇൻസെൻറ്റീവ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോളം ക്രോസ് പേ എന്ന് പറയുന്നത് = D2 × E2 + G2 +
H2. D2 ഇൻറ്റു E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ സാലറി ഇൻറ്റു E2 എത്ര ദിവസം വർക്ക് ചെയ്തു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറി കിട്ടും. പ്ലസ് G2 എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡേ സാലറി എത്രയുണ്ട്, പ്ലസ് H2 ഇൻസെൻറ്റീവ് എത്രയുണ്ട്. അടുത്തത് ടി ഡി എസ് ഞാനിവിടെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. ആ ഫോർമുല നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈസ് ഈക്വൽ ടു ഇഫ് എങ്കിൽ C2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C2 എന്ന് പറയുന്ന കോളം ബേസിക് സാലറി 35,000 മുകളിലാണ് എങ്കിൽ അതിൻ്റെ 1%, അതായത് 0.1, അതാണ് 1% എടുക്കണം. ഇതിൻ്റെ ഈ C2ൻ്റെ 1% എടുക്കണം, അല്ല എങ്കിൽ 0 ആക്കണം. അതാണ് ഈ ഫോർമുല. അങ്ങനെ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് TDS ഇവിടെ കിട്ടും. ഉദാഹരണം, ഇവിടെ പ്രസാദിൻ്റെ സാലറി 40,000 ആണ്, അതുകൊണ്ടാണ് 1%, 4,000 TDS ഇവിടെ വന്നത്. ഇദ്ദേഹത്തിൻ്റെ 35,000, 3,500. ഓക്കെ, ഞാൻ ഈ ഗോപു എന്ന് പറയുന്ന സാലറി 50,000 ആക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ട് ഞാൻ ബേസിക് സാലറിയിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാം. ഇവിടെ ഗോപുവിൻ്റെ സാലറി 50,000 ആക്കി. ഓട്ടോമാറ്റിക്കലി പേറോൾ 50,000 ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് TDSഉം 5,000 കാണിക്കുന്നുണ്ടാവും. ക്ലിയർ ആയല്ലോ? നേരെ മറിച്ച് ഞാൻ ഗോപുവിൻ്റെ സാലറി പഴയ പോലെ തന്നെ ആക്കുകയെന്ന് വിചാരിക്കാം. 20,000. ഓക്കെ, അപ്പോൾ പേറോളിൽ 20,000 ആയി, അദ്ദേഹത്തിന് TDS 0 ആണ്. അങ്ങനെയാണ് TDS കണ്ടിട്ടുള്ളത്. ഇനി ലോണ് ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ലോൺ എമൗണ്ട്, തിരിച്ച് അടയ്ക്കേണ്ട എമൗണ്ട്, ബാലൻസ് എമൗണ്ട്, EMI. ഇത് നമ്മളിവിടെ എൻട്രി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5% എൻട്രി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഫോർമുല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. Z = C2 × 5%. അതായത് ഇതിൻ്റെ 5% ആയിരിക്കും EMI വരിക, 5,000 രൂപ. അങ്ങനെ ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയൽ ക്രിയേറ്റ് ചെയ്തതിനെ ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രസാദിന് 5,000 രൂപയാണ് EMI ഉള്ളത്. ഓട്ടോമാറ്റിക്കലി പ്രസാദിൻ്റെ ലോണിലേക്ക് ആ വാല്യൂ ലുക്കപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അഡ്വാൻസ് സാലറി ഞാനിവിടെ അതേപോലെ തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണോ ഇവിടെ കൊടുത്തിട്ടുള്ള അഡ്വാൻസ് അത് അവിടെ ലുക്കപ്പ് ആവും. ഉദാഹരണം, നിസാം അഡ്വാൻസ് ഒന്നും മേടിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവിടെയും നിസാമിന് അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല. അടുത്തതായി നെറ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിയിൽ നിന്നും പിടിക്കേണ്ടതായിട്ടുള്ള എമൗണ്ട്. ഇവിടെ 3 എമൗണ്ടാണ് നമ്മൾ സാലറിയിൽ നിന്നും പിടിക്കേണ്ടത്. TDS, ലോൺ കൂടാതെ സാലറി അഡ്വാൻസ്. ഇവിടെ നോക്കൂ, 3 വാല്യൂസിനെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു J2 + K2 + L2. അതായത് J2, K2, L2 ഇത് 3 കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ വന്നു. 4,000, 5,000, 2,000, 11,000 രൂപ. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട നെറ്റ് പേ എന്ന് പറയുന്നത് I2 - M2. അതായത് I2 ഗ്രോസ് പേ മൈനസ് M2 നെറ്റ് ഡിഡക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചിട്ടുള്ള സാലറി ആയിരിക്കും ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ആയിരിക്കും ഇതേ ഫോർമുല താഴോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു പേറോൾ ജനറേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വളരെ സിമ്പിളാണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എല്ലാം നമ്മൾ ഇവിടെ നിന്ന് റിട്രീവ് ചെയ്യുക. ബേസിക് സാലറി ഇവിടുന്ന് എടുക്കുന്നു, അറ്റൻഡൻസ് രജിസ്റ്റർ ഇവിടുന്ന് എടുക്കുന്നു, ഇൻസെൻറ്റീവ് ഇവിടുന്ന് എടുക്കുന്നു, ലോൺ ഇവിടുന്ന് എടുക്കുന്നു, അഡ്വാൻസ് ഇവിടുന്ന് എടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പേറോൾ വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് മന്ത് എൻഡിൽ ലഭിക്കുന്നതാണ്. ഞാനീ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫോർമുല ഇവിടെ യൂസ് ചെയ്ത ഫോർമുല എന്തെല്ലാമെന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ മെയിനായിട്ട് അറ്റൻഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് E3 + 3 എക്സ്ട്രാ ഡേയ്സ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഈ എന്ന് പറയുന്ന വാല്യൂ കൗണ്ട് ചെയ്യണം. ഈ ഇന്ന റേഞ്ച് മുതൽ ഇന്ന റേഞ്ച് വരെ ആണ് എങ്കിൽ അപ്പോൾ അത് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ വാല്യൂസ് വരും. ഈ ഒരു ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. 1-2 പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾക്കത് കിട്ടിയില്ല, പക്ഷേ ട്രൈ ചെയ്ത് നിങ്ങൾക്കത് വർക്കൗട്ട് ആവും. അതേപോലെ തന്നെ വേറൊരു ഫോർമുല ലുക്കപ്പ് ഞാൻ നിങ്ങൾക്ക് എപ്പിസോഡിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പെർ ഡേ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ ടോട്ടൽ ബേസിക് അതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സ്ട്രാ ഡേയ്സ് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഡേയ്സ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ അദ്ദേഹത്തിൻ്റെ പെർ ഡേ സാലറി അത് ഗുണിക്കണം
എത്ര ദിവസം എക്സ്ട്രാ വർക്ക് ചെയ്തു, ക്രോസ് പേ, TDS, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നെറ്റ് ഡിഡക്ഷൻ, നെറ്റ് പേ. അപ്പോൾ ഈ ഫോർമുലയാണ് ഞാൻ ഈ പേറോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം, 9207083514. ഈ നമ്പറിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ പേറോൾ ചെയ്യാനുള്ള മറ്റുള്ള ഡൗട്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്.